നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. MLS ഓൾ സ്റ്റാർ മത്സരം കളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലിയോ മെസ്സിക്കും ജോഡി ആൽബക്കും MLS ഇപ്പോൾ ഒരു ബാൻ അടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇന്ന് നടക്കുന്ന ഇന്റർ മയാമി വേഴ്സസ് സിൻസിനാറ്റി മത്സരം അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല. ഈ രണ്ട് താരങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. മെസ്സി വളരെയധികം നിരാശനും അതുപോലെ തന്നെ ദേഷ്യത്തിലുമാണ് എന്ന് തുറന്നു പറയുന്നു ഇന്റർ മയാമിയുടെ സഹ ഓണർ ഹോർഗെ മാസ്. അദ്ദേഹം ഇന്നലെ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചു. മെസ്സിയുടെ റിയാക്ഷനും ക്ലബിന്റെ റിയാക്ഷനും ഒക്കെ അതിൽ വിശദമായിട്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെസ്സിയുടെ റിയാക്ഷൻ അദ്ദേഹം പറയുന്നു. തീർച്ചയായിട്ടും മെസ്സി വളരെയധികം അപ്സെറ്റാണ്. മെസ്സി വളരെ ദേഷ്യത്തിലുമാണ്, വളരെ ദേഷ്യത്തിലും അതുപോലെ തന്നെ അപ്സെറ്റുമാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. ഇത് നമുക്കെതിരെ ഒരു ലോകം തന്നെ നിൽക്കുന്ന പോലെയാണ് ഇപ്പോഴുള്ളത്. ഏതായാലും നമുക്ക് ഈ സീസണിന്റെ സെക്കൻഡ് ഹാഫിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കി ഗ്രേറ്റ് തിങ്സ് അച്ചീവ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മെസ്സിയും ആൽബയും ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഏതാണ്ട് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ഞങ്ങൾ ഇത് കേട്ടത്. അവരുടെ റിയാക്ഷൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒട്ടും പോസിറ്റീവ് ആയിരുന്നില്ല. അവർ വളരെ അപ്സെറ്റാണ്, അവർ ദേഷ്യത്തിലാണ്. ഈ ഒരു തീരുമാനത്തിൽ അവർ വളരെയധികം ദേഷ്യത്തിലാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾക്ക് ഈ വിലക്കിന്റെ തീരുമാനം ഉണ്ടെങ്കിൽ അത് നേരത്തെ അറിയിക്കണമായിരുന്നു. അതും ചെയ്തില്ല MLS എന്നുകൂടി ഹോർഗെ മാസ് പറയുന്നത് വളരെ കൃത്യമാണ്. കാരണം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ആബിർ മഷ്റാനോട് ഈ വിഷയം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇതുവരെ ഞങ്ങൾക്ക് ഒഫീഷ്യലി സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് ഒരു നോട്ടീസും വന്നിട്ടില്ല, അതുകൊണ്ട് മെസ്സിയും ആൽബയും ഒക്കെ ട്രെയിനിങ് നടത്തുന്നുണ്ട്, അവർ കളിച്ചേക്കാം എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞ അവസാന നിമിഷം വരെ ഈ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഏറെ വൈകിയാണ് സസ്പെൻഷന്റെ കാര്യം പോലും അറിയിക്കുന്നത്. അതാണ് ഹോർഗെ മാസ് ശക്തമായിട്ടുള്ള ഭാഷയിൽ എതിർത്തുകൊണ്ട് പറയുന്നത്. മെസ്സിയും ആൽബയും ഒക്കെ വളരെ ദേഷ്യത്തിലാണ് എന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.